നമുക്കിന്ന് KFC ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 4 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ലെഗ് പീസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ബിരിയാണിക്കൊക്കെ ഉള്ള കഷ്ണം എന്ന് പറഞ്ഞാൽ വലിയ ഇതുപോലത്തെ കഷ്ണമായിട്ട് കിട്ടും. എന്നിട്ട് അതൊരു കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പുളിയൊന്നും ഇല്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അര നാരങ്ങയുടെ നീരും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുത്തിരിക്കുന്ന ആ സൈഡിലൊക്കെ ഒന്ന് നല്ലോണം കൈ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ കോട്ടിങ് എന്ന് പറയണത്. എന്നിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആദ്യം മൈദയുടെ കോട്ടിങ്ങിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കൈ വെച്ച് തന്നെ ചെയ്യുന്ന കേട്ടോ നല്ലത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്തും ആ ഒരു കോട്ടിങ് വന്നോളും. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്കും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് ഓട്സ് എടുത്തിട്ട് അതിൽ അവസാനത്തെ കവറിങ് ചെയ്യാം. അപ്പോൾ ഓട്സ് ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലേക്സ് യൂസ് ചെയ്താലും മതി. ഓട്സ് എടുത്ത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പുറമെ കാണുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഓട്സിൻ്റെയാണ്. അതുപോലെ എല്ലാ ചിക്കൻ പീസസും ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കുക. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം റെഡി വന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കുകയും കൂടെയും ചെയ്യാം. എന്നിട്ടൊന്ന് മറച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കി വന്ന ചിക്കൻ പീസും കൂടെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ KFC ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.